ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വെള്ളപ്പഴയിലാണ് കേട്ടോ നമ്മളുള്ളത്. വെള്ളപ്പഴയിൽ നമുക്ക് ചക്കക്കൂട്ട എങ്ങനെ വെക്കാൻ നോക്കാം. അതായത് ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. നമുക്ക് വെള്ളപ്പഴക്കാരെങ്ങനെ ചക്കക്കൂട്ട, വെള്ളപ്പഴക്കാരല്ല, എൻ്റെ അമ്മ എങ്ങനെ ചക്കക്കൂട്ടം വെക്കണമെന്ന് ഞാൻ കാട്ടിത്തരാം. നമുക്ക് ചക്ക വേണം. ഇതിന് വേണ്ടിയിട്ട് ചക്ക അതുപോലെ നുറുക്കണം കേട്ടോ. ഇതുപോലെ വല്ലാതെ ചെറുതാവും വേണ്ട, എന്നാൽ വല്ലാതെ വലുതാവും വേണ്ട, അതുപോലെ നുറുക്കിയിടാം. അപ്പോൾ അബി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അബി അതിൻ്റെ ഈ ചകിണിയൊക്കെ കളഞ്ഞു തരുന്നുണ്ട് നുറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ നന്ദുവിനെ വേവിക്കും പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക മുഴുവൻ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ചക്കക്കൂട്ടാൻ നമ്മൾ ചക്കക്കുരു ഇടുമല്ലോ. നമുക്ക് കുറച്ച് ചക്കക്കുരു ഇതുപോലെ പോണ്ടി കളഞ്ഞ് വൃത്തിയാക്കി നന്നാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുക്കറിലല്ല കേട്ടോ ഉണ്ടാക്കണത്, ഒരു ചെമ്പിലാണ്. അപ്പോൾ അമ്മ എങ്ങനെ ചക്കക്കൂട്ടം വയ്ക്കണമെന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കല്ലുപ്പിടാം കേട്ടോ. ആ ചക്ക മൂടുന്ന വരെ ചക്കയിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ഇതിൽ മുളക് പൊടി ഇടും കേട്ടോ. പക്ഷേ ഇവിടെ അമ്മ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, മുളക് പൊടി ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം. പിന്നെ വേണ്ടത് കുരുമുളകും വേണം, വെളുത്തുള്ളി വേണം കേട്ടോ. നമുക്ക് ആ വെളുത്തുള്ളിയും കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പകുതി വന്ന ചക്കയിലേക്ക് നമുക്കിപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ട് അടുപ്പത്ത് നിന്ന്. നമ്മുടെ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്ക വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് വേറൊരു അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കടുക് പൊട്ടിക്കാം. കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് വറ്റൽമുളക് ചേർത്ത് കറിവേപ്പില ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തത് നമുക്കൊന്ന് വറുത്തിടാം. ആ വറവ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചക്കക്കൂട്ടാലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ അടിപൊളി ചക്കക്കൂട്ട എങ്ങനെ വയ്ക്കണമെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്.